എനിക്ക് 3 ഓപ്പറേഷൻ കഴിഞ്ഞിട്ടുണ്ട്. എന്റെ കുട്ടിക്ക് 3 ഓപ്പറേഷൻ കഴിഞ്ഞിരിക്കണു. എനിക്ക് എങ്ങനെ ആയാലും വേണ്ടില്ല എന്റെ ജീവിതം എന്റെ കുട്ടീനെ നല്ല രീതിയിൽ ആക്കിയാൽ മാത്രം മതി. എനിക്ക് അതൊരു സങ്കടമുണ്ട്. അതുകൊണ്ട് ഈ കാണുന്ന മക്കളൊക്കെ എന്റെ കുട്ടിക്ക് ജീവനുള്ളവർക്ക് ഞാൻ അവരെയൊന്നും മറക്കില്ല. ഇപ്പോ ഗുണശേഖരന്റെ തലയൊട്ടി മാറ്റി വെക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. 6 വർഷങ്ങൾക്ക് മുമ്പ് സർജറി പറഞ്ഞതാണ്. എന്നാൽ പണമില്ലാത്തവന്റെ പേരിൽ മാത്രമാണ് ഗുണശേഖരന്റെ സർജറി നീണ്ടുപോയത്. എന്റെ കുട്ടിയുടെ പേര് ഗുണശേഖരനാണ്. അവന് ഒരു 12 കൊല്ലം മുമ്പ് ആക്സിഡന്റ് പറ്റിയതാണ്. 3 മാസം കോമാവിലൊക്കെ കടന്ന് 10-15 ലക്ഷമോളം ഒരു സ്ഥലമുള്ളത് വിറ്റ് അവനെ നല്ലപോലെ നോക്കി. അവനെ 3 ഓപ്പറേഷൻ കഴിഞ്ഞതാണ്. ഇനി എന്റെ കുട്ടിക്ക് ഓപ്പറേഷൻ വേണം. അതിന് 5 ലക്ഷം രൂപ വേണമെന്നാ പറയണേ. എന്റെ കുട്ടി വയ്യാത്ത കുട്ടിയാണ്. എന്റെ സൂക്കട് പറയാൻ പറ്റാത്ത സൂക്കടാണ്. ഞാൻ 3 ഓപ്പറേഷൻ കഴിഞ്ഞിരിക്കുകയാണ്. എന്റെ കുട്ടി ഇങ്ങനെയാണ് ഇരിക്കുന്നത്. മക്കൾ ഈ കാണുന്ന വീഡിയോ കാണുന്ന ആൾക്കാരൊക്കെ എന്റെ കുട്ടിക്ക് ഒരു സഹായം ചെയ്ത് അവനെ ജീവൻ രക്ഷപ്പെടുത്തണം. എവിടെ വെച്ചാണ് ആക്സിഡന്റ് ഉണ്ടായിരുന്നത്? ആക്സിഡന്റ് ഇവിടെ തിരുപ്പൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് അവൻ ജീവിക്കാൻ പോയ സ്ഥലത്താണ് അവിടെ ജോലിക്ക് പോയതാണ്. അവിടെയാണ് ഇങ്ങനെയൊക്കെ നടന്നിരിക്കുന്നത്. ഇൻഷൂർ ഒന്നും കിട്ടിയില്ല? ഒന്നും കിട്ടിയില്ല. അയാൾക്കും അതൊന്നുമില്ല. എവിടെയുള്ള ആളെ തട്ടിയത്? തിരുച്ചിക്കാരനാണ്. അപ്പൊ ഒരുപാട് കഷ്ടപ്പെട്ടു മോനെ. അതൊന്നും നമുക്ക് ഒരു കാര്യവും നടന്നിട്ടില്ല. അതുകൊണ്ട് ഈ കാണുന്ന മക്കളൊക്കെ എന്റെ കുട്ടിക്ക് ജീവനുള്ളവർക്ക് ഞാൻ അവരെയൊന്നും മറക്കില്ല. അമ്മ, ഇതിപ്പോ എന്താണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത്? സർജറി ഇനി ഇവിടെ ചെയ്യണമെന്നാണ് പറയുന്നത്? അതെ, സർജറി ചെയ്ത് നല്ല ഓട് വെക്കണം. 3 പ്രാവശ്യം ഓട് വെച്ചതാണ്. പഴുപ്പ് കടന്നിട്ട് തലയൊട്ടി അവിടെ വെച്ചിരുന്നു. അതെ, ഞാൻ ജീവനോടെ ഉണ്ടെങ്കിൽ എന്റെ കുട്ടീനെ രക്ഷപ്പെടുത്താനാവുള്ളൂ. അതുകൊണ്ട് എന്റെ കുട്ടീനെ രക്ഷപ്പെടുത്തണം. എന്നെ ഓർത്ത് എന്റെ കുട്ടീനെ രക്ഷപ്പെടുത്തി ഈ മക്കളെല്ലാവരും എന്റെ കുട്ടിക്ക് ഒരു സഹായം ചെയ്യണം. പക്ഷെ എനിക്ക് വയ്യാത്ത ഞാൻ മക്കളുടെ അടുത്ത് പറയാറില്ല. എനിക്ക് എങ്ങനെ ആയാലും വേണ്ടില്ല എന്റെ ജീവിതം എന്റെ കുട്ടീനെ നല്ല രീതിയിൽ ആക്കിയാൽ മാത്രം മതി. എനിക്ക് അതൊരു സങ്കടമുണ്ട്. ഈ കാണുന്ന മക്കളൊക്കെ എന്റെ കുട്ടീനെ ഓർത്ത് നല്ലൊരു കാര്യം ചെയ്യണം. ഈ മക്കള് കാണുന്നവരാണ് എന്റെ കുട്ടിയുടെ ഒരു ജീവിതത്തിന് തിരിച്ചു കൊണ്ടുവരാൻ പറ്റുള്ളൂ. എത്ര വയസ്സുണ്ട് ഗുണശേഖരന്? അവന് 33 വയസ്സായി. 33 വയസ്സ്. ഗുണശേഖരൻ സംസാരിക്കാൻ കഴിയോ? ഗുണശേഖരൻ പറഞ്ഞോളൂ. എന്റെ അമ്മയെ വയ്യാത്ത ആളാണെന്ന് ചൊല്ലി എന്റെ കുട്ടിയുടെ സങ്കടം പറയേ. ഗുണശേഖരന് എന്താ പറയാനുള്ള? സർജറി ചെയ്യണ്ടേ? ഈ വീഡിയോ കാണുന്നവരോട് എന്താ ഗുണശേഖരന് പറയാനുള്ളതെന്ന് വെച്ചാൽ പറഞ്ഞോളൂ കേട്ടോ. എന്റെ സങ്കടമൊക്കെ പറഞ്ഞോ? എന്റെ കുട്ടി പറഞ്ഞോ? എനിക്ക് ആക്സിഡന്റ് പറ്റിയത് കൊണ്ട് എനിക്ക് ഓപ്പറേഷൻ ചെയ്യണം. അതിനിപ്പോ 5 ലക്ഷം രൂപ ചെലവാകുമെന്ന് പറഞ്ഞിരിക്കണം. നിങ്ങൾ ഈ വീഡിയോ നോക്കുന്ന എല്ലാരും ചെലവ് 5 ലക്ഷവും ചെലവും വേണം. അതിനൊന്നിനും വഴിയില്ല. എവിടെ വെച്ചാണ് എന്റെ കുട്ടി പഞ്ചായത്തുകാർ എന്റെ സങ്കടം കണ്ടിട്ടാണ് എനിക്കൊരു പെര വെച്ചു കൊടുക്കുന്നത്. 1 സെന്റ് സ്ഥലത്തില് സർജറി കോയമ്പത്തൂർ. ആ ഡോക്ടറാണ് നല്ലൊരു പൊന്നു പോലുള്ള ഡോക്ടറാണ് അവനെ രക്ഷപ്പെടുത്തിയത്. രാമകൃഷ്ണ. ഏത് ഹോസ്പിറ്റലിൽ? രാമകൃഷ്ണ ഹോസ്പിറ്റല്. ഇതിപ്പോ 5 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉടനെ തന്നെ സർജറി ചെയ്യാല്ലേ? ചെലവ് വേറെയും വേണം. അതൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ചെലവ് വേറെയും വേണം. അവിടെയൊക്കെ പോയി ഞാൻ അന്ന് ചോദിച്ചപ്പോ ഡോക്ടർ പറഞ്ഞു, അമ്മ അന്നാണെങ്കിൽ ചെയ്തിരിക്കുക, അന്നൊക്കെ നിങ്ങൾ നിരീക്കുന്നമാര് പൈസ ഇല്ലാണ്ട് ചെയ്യാൻ പറ്റില്ല. എന്നൊക്കെ 6-7 ലക്ഷം രൂപ ചെലവാകും. ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒരു റോഡ് വെച്ചാൽ അത് പഴുപ്പ് കണക്കാണ്. അങ്ങനെ എന്റെ കുട്ടിയുടെ കാര്യത്തിൽ. എല്ലാവർക്കും നമസ്കാരം. ഞാനിപ്പോൾ ഉള്ളത് പാലക്കാട് ജില്ലയിൽ കരിമ്പുഴ പഞ്ചായത്തില് കോട്ടപ്പുറം എന്ന് പറയുന്ന സ്ഥലത്ത് താമസിക്കുന്ന ഗുണശേഖരന്റെ വീട്ടിലാണ്. ഗുണശേഖരന് 12 വർഷങ്ങൾക്ക് മുമ്പ് തമിഴ്നാട്ടിൽ വെച്ച് ഒരു ബൈക്ക് ആക്സിഡന്റ് സംഭവിച്ചതാണ്. ബൈക്ക് ആക്സിഡന്റിന് ശേഷം ഗുണശേഖരൻ വെന്റിലേറ്ററിലായിരുന്നു. അന്ന് തന്നെ 20 ലക്ഷത്തോളം രൂപയാണ് ഈ കുടുംബത്തിന് ചികിത്സയ്ക്ക് ചെലവായത്. ഇപ്പോ ഗുണശേഖരന്റെ തലയൊട്ടി മാറ്റി വെക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഏകദേശം 6 വർഷങ്ങൾക്ക് മുമ്പ് സർജറി പറഞ്ഞതാണ്. എന്നാൽ പണമില്ലാത്തവന്റെ പേരിൽ മാത്രമാണ് ഗുണശേഖരന്റെ സർജറി നീണ്ടുപോയത്. ഇന്ന് 5 ലക്ഷം രൂപയുണ്ടെങ്കിൽ ഗുണശേഖരന്റെ സർജറി നടക്കും. ഗുണശേഖരന് നമ്മളെയൊക്കെ പോലെ ജീവിതത്തിലേക്ക് തിരികെ വരാൻ കഴിയും. എന്നാൽ പണമില്ലാത്തവന്റെ പേരിൽ മാത്രമാണ് ഈ ചെറുപ്പക്കാരൻ ഇപ്പോഴും നമ്മുടെയൊക്കെ മുന്നിൽ സഹായം അഭ്യർത്ഥിച്ചു വന്നിട്ടുള്ളത്. ഗുണശേഖരന് വേറെ ആരുമില്ല. പ്രായമായി അമ്മ മാത്രമാണുള്ളത്. എന്നെ ഒരുപാട് നാളായിട്ട് നിരന്തരം വിളിച്ചുകൊണ്ടിരിക്കുകയാണ് അമ്മ. എന്റെ മോന്റെ സർജറിക്ക് എന്തെങ്കിലും ചെയ്തു കൊടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട്. അമ്മയ്ക്കും വയ്യാന്നാണ് പറയുന്നത്. ഏകദേശം 1 വർഷത്തോളം ബെഡിൽ തന്നെയായിരുന്നു, വയ്യാതെ കിടക്കുകയായിരുന്നു അമ്മ. ഇപ്പോഴാണ് അമ്മ ഒന്ന് എണീറ്റപ്പോ വീണ്ടും എന്നെ വിളി തുടങ്ങി, സുശാന്ത് മോനെ സഹായിക്കണം എന്ന് പറഞ്ഞു. 3 ഓപ്പറേഷൻ കഴിഞ്ഞില്ലേ?
അതുകൊണ്ട് തന്നെ ഈ വീഡിയോ കാണുന്ന എല്ലാവരും നിങ്ങളെ കൊണ്ട് കഴിയുന്ന ഒരു സഹായം, അത് എത്ര ചെറുതാണെങ്കിലും ഈ ചെറുപ്പക്കാരന്റെ ജീവൻ നിലനിർത്താൻ വേണ്ടി ചെയ്തു കൊടുക്കണമെന്ന് വളരെ വിനയപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ്. മറ്റൊരു കാര്യം പറയാനുള്ളത്, ഗുണശേഖരന്റെ അമ്മയ്ക്ക് ക്യാൻസർ ആണ്. അത് ഗുണശേഖരന് അറിയില്ല, അമ്മ ഇതുവരെ പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇങ്ങനത്തെ ഒരു സാഹചര്യമാണ് ഈ കുടുംബത്തിനുള്ളത്.